ഇന്നൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഞാനും എൻ്റെ അനിയന്മാരും കൂടി കണ്ണൂർ വരെ പോവാണ്. അപ്പം കണ്ണൂരിൽ നമ്മളെ കുറച്ച് റിലേറ്റീവ്സിനൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ തന്നെ കാറെല്ലാം റെഡിയായി നമ്മൾ കയറി. അപ്പോൾ അത് മാത്രമല്ല, ഇന്ന് വാട്ട് എയ്റ്റിൻ്റെയും കൂടി ചെയ്യാമെന്ന് വിചാരിച്ച്. ഇന്ന് ഞാൻ എന്തൊക്കെ കഴിക്കുന്നുണ്ട് എന്ന് കാണിക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഭക്ഷണമാണല്ലോ എൻ്റെ ഒരു മെയിൻ വിഷയം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഫുഡ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പോവാം. അപ്പം ഈടെയായിട്ട് കുക്കിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വളരെ നല്ല രസമാണ്. കുക്ക് ചെയ്യാണ്ട് കഴിക്കാമല്ലോ. അപ്പം കഴിയുന്നതും പുറത്തുനിന്ന് ഫുഡ് കഴിക്കും. കാരണം ഇവിടെ നാട്ടിൽ മീൻസ് UK തിരിച്ചെത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ പുറത്തുനിന്നുള്ള ഭക്ഷണമൊക്കെ കുറവാണ്. അപ്പോൾ ഇപ്പോൾ ഇത് നോക്ക്, പാരഗൺ കഴിഞ്ഞിട്ട് പാരഗണിൻ്റെ ഈ ഒരു ഭാഗം ഈ ബ്രിഡ്ജിൻ്റെ അവിടെ എത്തുമ്പോൾ ഒരു പ്രത്യേക മണമാണ്. ഭയങ്കര നല്ലൊരു മണം. എന്തൊക്കെയോ ബിരിയാണീൻ്റെ എന്താ മണം എന്നറിയില്ല, അവിടെ എത്തുമ്പോൾ ഒരു മണമാണ്. എന്തായാലും അത് അങ്ങനെ നടക്കട്ടെ. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ തന്നെ കഴിക്കുന്നത് സോപാനം എന്ന് പറഞ്ഞിട്ടൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് കേട്ടോ. അവിടെ നിന്ന് നമ്മൾ ഇഡ്ഡലിയും വടയും പിന്നെ ദോശയൊക്കെ ഓർഡർ ചെയ്തു. ഇവിടെ പൊടി ഇഡ്ഡലി ഭയങ്കര ഫേമസ് ആട്ടോ. എന്തായാലും നമ്മൾ ദോശയും ചായയും കോഫിയെല്ലാം കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങി. സിബ്ലിങ്സിൻ്റെ കൂടെ കുറേ നാൾക്ക് ശേഷം കേട്ടോ നമ്മളിങ്ങനെ പോകുന്നത്, നമ്മൾ 3 പേരും കൂടി ആയിട്ട്. അപ്പോൾ അത് അങ്ങനത്തെ ഒരു രസമാണ്. നമുക്ക് നമ്മളതായ കുറേ മെമ്മറീസൊക്കെ, നമ്മളെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. നമ്മൾ പഴയ കാര്യങ്ങളും ഒക്കെ, സ്കൂളിൽ പോയതും അങ്ങനെയൊക്കെ കുറേ മെമ്മറീസ്. അപ്പോൾ നമ്മളിങ്ങനെ അതെല്ലാം പറഞ്ഞ് ഭയങ്കര നല്ല രസമായിട്ട് പോകാം കേട്ടോ. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. നല്ല സന്തോഷമായിരുന്നു, നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ കണ്ണൂരിലെത്തിയിട്ട് ബാക്കിയുള്ള വീഡിയോ എന്തൊക്കെയാണെന്ന് കാണാം. അതിൻ്റെ ഇടയിൽ ഇത് നമ്മൾ കോഴിക്കോട്ടിലെ ലയൺസ് പാർക്ക് കേട്ടോ. എനിക്കെന്താണെന്നറിയില്ല, അതിലെല്ലാം പോകുമ്പോൾ എനിക്ക് ഭയങ്കര പഴയ കുട്ടിക്കാലം ഓർമ്മ വരുന്നൊക്കെ പറയില്ല, അങ്ങനെയാണ്. പണ്ട് ആകെ ഒരു പാർക്കേ ഉണ്ടായിരുന്നു, ലയൺസ് പാർക്ക്. അവിടെ മാത്രമേ നമ്മൾ പോകുള്ളൂ. എന്തായാലും നമ്മളിതാ അമ്മായിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. കണ്ണൂരിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം അങ്ങോട്ട് തുടങ്ങി. അങ്ങനെ അവിടെ കുറേ അടിപൊളി കുറേ ഭക്ഷണം ഉണ്ടായിരുന്നു. പത്തിരി. അമ്മായിക്ക് നാണം വന്ന് വേഗം വീഡിയോ ഒന്ന് ഓടി എവിടെയോ ഒളിച്ച്. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പം അലീസൊക്കെ കഴിച്ച്, പിന്നെ സാൻഡ്വിച്ച്, റോട്ടി, അതൊക്കെയാണ് ഇന്നത്തെ ഉച്ചക്കത്തൊക്കെ കഴിച്ചത് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറെ പ്ലാനാണ്. ആ പ്ലാൻ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും അമ്മായിനോടും അവിടുത്തെ എല്ലാവരോടും സംസാരിച്ച് നമ്മൾ അവിടെ നിന്ന് പോവാണ്. അപ്പം നമ്മൾ അവിടെ നിന്ന് ബൈ പറഞ്ഞ് ഇറങ്ങി. ഇനി നമുക്ക് അടുത്ത പ്ലാനിനെ കുറിച്ച് ഞാൻ പറയാം. അപ്പോൾ നമ്മളെ പ്ലാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഉച്ചയ്ക്ക് ഒതേൻസ് എന്ന് പറഞ്ഞിട്ട് കണ്ണൂരിലൊരു അടിപൊളി ഹോട്ടലുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കഴിക്കാം. ബാക്കി എല്ലായിടത്തും ഇങ്ങനെ വെറുതെ ഇങ്ങനെ കയറി ഇറങ്ങി അങ്ങനെയാണ് പ്ലാനിട്ട്. പക്ഷേ പ്ലാനൊക്കെ മാറി മറിച്ച് പത്തിരി ഇതൊക്കെ കഴിക്കേണ്ടതെന്ന്. പിന്നെ അപ്പോൾ അടുത്ത അങ്കിളിൻ്റെ വീട്ടിലെത്തി. അപ്പോൾ അവിടെ നിന്നും ചായയൊക്കെ കുടിച്ച് സമൂസ എന്തൊക്കെയോ കഴിച്ച്, കാരണം പിന്നെ കഴിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അവരോടും ബൈ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. ഞാനിതിങ്ങനെ കുറച്ച് കഴിക്കുന്നത് എല്ലാം നമുക്കിങ്ങനെ എടുക്കാൻ പറ്റില്ലല്ലോ. പിന്നെ അടുത്ത അങ്കിളുടെ വീട്ടിലെത്താം. അപ്പോൾ അവിടെ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തായാലും നല്ല രസമുണ്ട് ഇങ്ങനെ യാത്ര ചെയ്ത് ഫുഡൊക്കെ കഴിച്ച്. പക്ഷെ ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മളെ ഫുഡടി ഒരു ക്ഷീണമാവും, കഴിക്കാൻ പറ്റാതാവും, പിന്നെ ഒന്നും കഴിക്കാൻ പറ്റാതാവും, ജ്യൂസും ഒന്നും. അങ്ങനെ നെക്സ്റ്റ് അങ്കിളുടെ വീട്ടിലെത്തി. അപ്പോൾ അവിടെ നിന്നും അവരെല്ലാം കണ്ട സന്തോഷത്തിൽ മറന്നുപോയി. അങ്ങനെ നമ്മളതങ്ങനെ വീട്ടിലേക്ക് കയറാൻ പോവാണ്. നമ്മളിങ്ങനെ വഴിയിൽ കുടുങ്ങിയതും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ കുറേ നേരമൊക്കെ വർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ വീണ്ടും ചായ അല്ല കേട്ടോ, ഫലൂദയാണ്. ഫലൂദ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഫലൂദയും പിന്നെ കടികളും ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ പിന്നെ കഴിക്കാൻ വാട്ട് എയ്റ്റിനിടെ എന്നൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് എല്ലാം കഴിക്കാൻ പറ്റുന്നില്ല, അതാണ് എൻ്റെ ഒരു സങ്കടം. ഇപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് കഴിച്ചാൽ മതി എന്നൊക്കെ തോന്നുന്നു വോയിസ് ഓവർ കൊടുക്കുമ്പോൾ. എന്തായാലും അവിടുന്ന് ആ ഫലൂദയൊക്കെ കുടിച്ചു. എന്നിട്ട് അവിടുന്ന് അവരോട് ബൈ പറഞ്ഞ് ഇറങ്ങി. ഞാൻ നിർബന്ധിച്ച് ബൈ പറയുന്ന പോലെ തോന്നുന്നുണ്ടോ? അതൊന്നും അങ്ങനൊന്നുമില്ല കേട്ടോ.
അങ്ങനെ വെറുതെ തോന്നാ നിർബന്ധിച്ച് ബായ് പറയുന്ന പോലെ തോന്നുന്നുണ്ടല്ലേ കുറച്ച്. പോട്ടെ, സാരമില്ല. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത വീട്ടിലേക്ക് പോവാം. ഏകദേശം ക്ഷീണമായി, ഫുള്ളായി. അങ്ങനെ പാലുടിയും ചായയും ചോറ് കഴിച്ചില്ല, സോറി, അടുത്ത ചായ. അടുത്ത സ്ഥലത്തെത്തി, എളാമൻ്റെ വീട്ടിൽ. അങ്ങനെ അവിടെ നിന്നും ഇങ്ങനെ കഴിക്കുമെന്നില്ല ഒരു ഇതിലിങ്ങനെ ഇരിക്കുകയാണ്. വയറപ്പത്തേക്ക് ഫുള്ളായിട്ടോ. ഉണ്ണിയപ്പം എന്തൊക്കെയോ ഉണ്ടായിരുന്നു, പരിപ്പുവട. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് വലിയൊരു സാധനമാണ് അരിയുണ്ട കേട്ടോ, എൻ്റെ ഫേവറേറ്റാണ്. എനിക്ക് ഈ നാടൻ വിഭവങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അരിയുണ്ട എടുത്ത് കഴിച്ചു. അവിടെ നിന്നും ചായയൊക്കെ കുടിച്ചു. അങ്ങനെ അവരോടും ഞാൻ ബായ് പറയിപ്പിച്ചു. ബായ് പറയും. അങ്ങനെ എല്ലാവരോടും ഞങ്ങൾ അങ്ങനെ ബായ് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. കുറേ നേരം വർത്തമാനം പറഞ്ഞു. അതൊന്നും ഞാനത് കാണിക്കുന്നില്ല കേട്ടോ. ജസ്റ്റ് ഞാൻ എന്തൊക്കെയാണ് കഴിക്കുന്നത്, കുടിക്കുന്നത്, അതൊക്കെയാണ് ഞാനിതിൽ കാണിക്കുന്നത്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീട്ടിലോട്ടേക്ക് പോകാം. അങ്ങനെ ഇത് വേറൊരു എളാമൻ്റെ വീടാണ്. എളമ്മമാരെന്ന് പറയുമ്പം മമ്മീൻ്റെ ഉമ്മാൻ്റെ സിസ്റ്റേഴ്സിൻ്റെ വീടാണ് കേട്ടോ. അപ്പോൾ അവരൊക്കെ, മമ്മീൻ്റെ ഉമ്മ ഇല്ല കേട്ടോ, മരിച്ചുപോയി. സിസ്റ്റേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ മക്കൾ എല്ലാവരായിട്ട് നല്ല കമ്പനിയാണ്. അങ്ങനെ അവിടെ പോയി. അവരെ വീട് ഇപ്പോൾ ഈ അടുത്താട്ടോ മീൻസ് ഹൗസ് വാമിങ് കഴിഞ്ഞത്. അങ്ങനെ അവിടെ നിന്നും അവരോടൊക്കെ സംസാരിച്ച് വീടൊക്കെ ഇങ്ങനെ കണ്ട് ഒരു ഹോം ടൂർ വരെ നടത്തിയാലോ എന്ന് ആലോചിച്ച്. പക്ഷേ ടയേർഡായിപ്പോയി, കഴിച്ചും ജ്യൂസൊക്കെ കുടിച്ച്. അപ്പോൾ അവിടെ നിന്നും മിക്സ്ചറും എന്തോ പുഡിങ് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എനിക്ക് സംസാരിക്കാനും നിൽക്കാനൊന്നും പറ്റുന്നില്ല, അത്രയും ഫുള്ളായിട്ടോ. പിന്നെ അവിടെ നിന്നൊരു ഷേക്ക് എന്തോ ഉണ്ടായിരുന്നു, അതാ ഞാൻ കുറച്ച് ടേസ്റ്റ് ചെയ്ത്. പിന്നെ എനിക്ക് പറ്റുന്നില്ല, തീരെ പറ്റുന്നില്ല. അപ്പം അങ്ങനെ എന്തായാലും നല്ല അടിപൊളിയാണ്. പോയി കഴിഞ്ഞാൽ ഫുഡിനൊരു ഇതില്ല, ഇങ്ങനെ ജ്യൂസ് ഫുഡ്. അങ്ങനെ നമ്മൾ അവരോടൊക്കെ സംസാരിച്ച് വീടെല്ലാം കണ്ട്. നമുക്ക് കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു, കാരണം നമ്മളിവിടെ ആയിരുന്നു, ആ സമയത്തായിരുന്നു കേട്ടോ. ജ്യൂസൊക്കെ നന്നായിട്ട് കുടിക്കുന്നുണ്ട്. ജ്യൂസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും എനിക്ക് വേണ്ട. അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ജ്യൂസ് കുടിക്കാൻ. UK പിന്നെ ജ്യൂസൊന്നും ഇല്ലല്ലോ, എല്ലാം പുറത്തുനിന്ന് വാങ്ങിയതല്ലേ. അങ്ങനെ ഇവരെ കൊണ്ടും ഞാൻ ബൈ പറയിപ്പിച്ചു. അങ്ങനെ കുറേ നാളത്തെ ശേഷം എല്ലാവരെയും കണ്ടപ്പോൾ ഒരു സന്തോഷം. അങ്ങനെ അവിടെ നിന്നും ബൈ പറഞ്ഞ് ഇറങ്ങി. ഇനി നമുക്ക് ലാസ്റ്റ് എളാമൻ്റെ വീട്ടിലും പോകാണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇതേപോലെ സന്തോഷം എല്ലാവരും കണ്ട്. അവരോട് ഞാൻ പറഞ്ഞു, പ്ലീസ് ഇനി ഒന്നും എടുക്കരുത്, അത്രയും ഫുള്ളാണ്. അങ്ങനെ ഒരു എന്തെങ്കിലും കുടിക്കാണ്ട് വിടാൻ സമ്മതിക്കുന്നില്ല. ഭക്ഷണം എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അതൊന്നും ഞാൻ സമ്മതിച്ചില്ല. അങ്ങനെ അവിടെ നിന്ന് ജ്യൂസ് കുടിച്ചു. അവിടെ ഒരു തത്ത ഉണ്ട് കേട്ടോ, അത് സംസാരിക്കും. എൻ്റെ പേരൊക്കെ വിളിച്ച്. എന്തായാലും അവരോടും സംസാരിച്ച് അങ്ങനെയൊക്കെ ഇറങ്ങി. കുറേ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞ്. പിന്നെ കുറേ നേരം ട്രാവൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് ഒരു വിശപ്പ് വന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ MRIയിൽ കയറി, വടകരയിൽ. അവിടെ ദോശയല്ല, പൊറോട്ടയും ഫ്രൈഡ് റൈസും കഴിക്കുന്നത് കണ്ടാൽ വിചാരിക്കും ഇതുവരെ ഒന്നും കഴിച്ചില്ല എന്ന്. അങ്ങനെയാണ് കഴിപ്പ് കണ്ടാൽ. ഇതൊക്കെ ഇത്രയും നേരം ഫുള്ളും കഴിച്ചതൊന്നും ഓർമ്മയില്ല. എന്തൊക്കെ ജ്യൂസ് കുടിച്ച് ഒന്നും പറയുന്നില്ല ഞാൻ. അപ്പം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വാട്ട് ഐറ്റിൻ്റെ ഇടയിൽ കണ്ടില്ലേ, എന്തൊക്കെ കഴിച്ചതും കുടിച്ചതൊക്കെ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിലേ ഒരു ലൈക്ക് തരണേ, എന്നാലേ ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ. അറ്റ്ലീസ്റ്റ് ലൈക്ക് കാണുമ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ ഒക്കെ ഇടുമ്പോൾ ലൈക്ക് ചെയ്യുന്നുണ്ടെന്ന് തോന്നുമല്ലോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. ഇനി ഞങ്ങൾ വേഗം വീട്ടിലേക്ക് പോട്ടെ. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ബൈ.